So, hi everyone, welcome back to my channel. അപ്പം ആഫ്റ്റർ 6 മന്ത്സിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പ്രാവശ്യം ഓണം ഓൾസോ വീട്ടിൽ നിന്ന് ആഘോഷിക്കുക എന്നുള്ളതിലാണ്. അപ്പം അങ്ങനെ പോകുന്നതിന് മുമ്പേ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജർമ്മനി പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും ലൈക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഓരോരുത്തർക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ള ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ പേർക്ക് അറിയുള്ളൂ ഞാൻ വരുന്ന കാര്യം. എൻ്റെ കസിൻസിനും എൻ്റെ ഫ്രണ്ട്സിനും ഒന്നും അറിയില്ല. ഇതൊരു വലിയ സർപ്രൈസ് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഞാൻ ആദ്യം ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ വരുന്ന കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്തോ ഫ്ലൈറ്റിൻ്റെ എന്തൊക്കെയോ പ്രശ്നം കാരണം എനിക്ക് വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ ഈ കൊല്ലം വരലുണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു സർപ്രൈസ് കൊടുക്കാനും കൂടിയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. സോ ഐ എം റിയലി എക്സൈറ്റഡ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. സോ ഓക്കെ. നമ്മളിപ്പം പേളിലെത്തി. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്, ലിഡിൽ പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണിത്. പിന്നെ ഇത് ഡി എമ്മിൽ നമുക്ക് എല്ലാ കോസ്മെറ്റിക് പ്രോഡക്ട്സും അങ്ങനത്തെ ഓരോന്നൊക്കെ കിട്ടും. അപ്പം നമ്മൾ ലിഡിലും പോകുന്നുണ്ട്, ഡി എമ്മിലും പോകുന്നുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ ലിഡിലാണ് കയറിയത്. ഇത് ലക്സംബർഗിലും ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ലിക്കർ ചോക്ലേറ്റ്സ്, അല്ലാത്ത ചോക്ലേറ്റ്സും എല്ലാം ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ അധികം നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്നാണ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാറുള്ളത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ചോക്ലേറ്റ്സ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഒരു ബിഗ് ഷോപ്പിൽ നിറയും ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അതെല്ലാം വാങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഡി എമ്മിലാണ്. ഡി എം ലക്സംബർഗിലില്ല, അപ്പോൾ അതുകൊണ്ടാണ് ജർമ്മനിയിൽ വന്നിട്ട് വാങ്ങാൻ വിചാരിച്ചത്. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് മേക്കപ്പ് പ്രോഡക്ട്സും ഇവിടെ കിട്ടും. ഇത് ഇവർ തന്നെ ഒരു ബ്രാൻഡാണ്, ബാലിയ പറഞ്ഞ നല്ല ബ്രാൻഡാണ്. ഇവർ ബോഡി വാഷൊക്കെ നല്ല അടിപൊളിയാണ്. ഈവൻ ബോഡി ലോഷൻ ആണ് ആൾസോ നല്ലതാണ്. നമ്മൾ ഡി എമ്മിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മെയിൻലി ഇവിടെ ഇങ്ങനെ ഒരു കോസ്മെറ്റിക്സ്, ഷവർ ജെൽ, പെർഫ്യൂംസ് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടോ. അപ്പം അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം ഇത് വലിയ ലഗേജാണ്. അതിൽ 30 kg, ഇതിൽ 7 kgs ആണ് പറ്റുള്ളൂ. ബാക്കി ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അത് ലാസ്റ്റിൽ വെക്കാൻ വയ്ക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഞാൻ എൻ്റെ ഡ്രസ്സും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചാൽ ബിക്കോസ് ഇൻ കേസ് ലഗേജ് കിട്ടാൻ ലേറ്റായ കൊടുക്കും. അതുകൊണ്ട് ലൈക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇതിലാണ് വെച്ചത്. സോ ഗൈസ്, നാട്ടിൽ പോകാൻ ഫുൾ റെഡിയായി. ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫുൾ സെറ്റായിട്ട് എനിക്കുണ്ട്. ഇപ്പോൾ ബാഗ് ലഗേജ് നോക്കുമ്പോൾ വെയിറ്റ് ഓൾമോസ്റ്റ് കറക്റ്റാണ്. അപ്പോൾ ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ ബാഗ്. ഇതിലും കുറേ നിറയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിലും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങാറ്. ലൈക്ക് എല്ലാം ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റണേ വിചാരിച്ചിട്ടാണ് ഇറങ്ങാറുള്ളത്. അങ്ങനെ ഫൈനലി വീടിനോടൊക്കെ ബായ് പറഞ്ഞു. എന്താ അറിയില്ല, പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈവൻ ദോ നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ പോലും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നാറുണ്ട്. പിന്നെ ആ സ്ഥലത്തു നിന്ന് ഈ സ്ഥലത്തേക്ക് വരുമ്പോഴും അതേ വിഷമം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ബായ് ടു ലക്സംബർഗ് പറഞ്ഞു. ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. എയർപോർട്ടിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങളൊരു ഫ്രണ്ടാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ലക്സംബർഗ് എയർപോർട്ടിലേക്കാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ലക്സംബർഗ് എയർപോർട്ടിലേക്ക് നിയർലി ഒരു 25 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. ഫ്ലൈറ്റ് വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഒരു ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഫൈനലി ഞങ്ങൾ ലക്സംബർഗ് എയർപോർട്ടിലെത്തി. അപ്പോൾ ലക്സംബർഗ് എയർപോർട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. സോ ഇതാണ് ലക്സംബർഗ് എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ ലക്സംബർഗ് എയർപോർട്ടിൽ നിന്ന് ലക്സംബർഗിൽ നിന്ന് ഞങ്ങൾ മ്യൂണിക്കിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. 4:30ക്കാണ് ഞങ്ങളെ ഫ്ലൈറ്റ്. അങ്ങനെ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് പിന്നെ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോയി. അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ സെക്യൂരിറ്റി ചെക്കിൽ ഒടുക്കത്തെ ക്യൂ ഇനി ഓൾമോസ്റ്റ് ലൈക്ക് 40 മിനിറ്റ്സ് നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ ഗേറ്റിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഒച്ച വെക്കുന്ന ലഗേജിൻ്റെ കേട്ടോ, നല്ല ഒച്ച ഉണ്ടല്ലേ. അപ്പം അത് ലഗേജിൻ്റെ ഒച്ചയാണ്. സോ കാണാം. ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ലക്സംബർഗ് ടു മ്യൂണിക്കാണ്. പിന്നെ മ്യൂണിക്കിൽ ഒരു 4 hours ഹോൾട്ട് ഉണ്ട്. പിന്നെ അവിടുന്ന് ഒമാനിലേക്ക്, പിന്നെ അവിടുന്ന് 2 hours ഹോൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് കാലിക്കറ്റ് എത്തും. അങ്ങനെയാണ്. അപ്പോൾ 3 ഫ്ലൈറ്റ് കയറാനുണ്ട്. അപ്പം നമ്മളിപ്പം 4:40 ആക്ച്വലി ലക്സംബർഗ് ടു മ്യൂണിക്കുള്ള ഫ്ലൈറ്റ്. പക്ഷേ ഒരു 1 hour ഡിലേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പോസ്റ്റാണ് ഇവിടെ. അങ്ങനെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആഫ്റ്റർ ഒരു 1 hour കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോർഡിങ് റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി. ലുഫ്താൻസ പറഞ്ഞ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് ഫ്രം ലക്സംബർഗ് ടു മ്യൂണിക്കിലേക്ക്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം എന്തോ ഒരു സന്തോഷം തോന്നി. അറ്റ് ദ സെയിം ടൈം എന്തോ ഒരു വിഷമം തോന്നി. ലക്സംബർഗ് വിട്ട് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ചെറിയൊരു സങ്കടം ആസ് വെൽ ആസ് ഒരു ചെറിയ സന്തോഷം, ഒരു മിക്സ്ഡ് ഇമോഷനെ. യൂഷ്വലി ഈ ഫ്ലൈറ്റ് കയറിയ സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ജ്യൂസും ഒരു ലെൻറ്റിൻ്റെ ചോക്ലേറ്റ് ഓൾസോ നമുക്ക് തന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മ്യൂണിക്കിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്യുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഫൈനലി ഞങ്ങൾ മ്യൂണിക്കിലെത്തി പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ആൻഡ് നല്ല മഴ ഓൾസോ പെയ്യുന്നുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ മ്യൂണിക്കിൽ എത്തിയിരിക്കുന്നു. ആക്ച്വലി എന്താ പറയുക, ലക്സംബർഗ് നമ്മൾ 5:20 കയറിയതാണ്. പക്ഷേ എന്നിട്ടും കുറച്ച് ഡിലേ ആയി. ഫ്ലൈറ്റ് കയറിയിട്ടും കുറേ നേരം ഡിലേ ആയി ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 6:47 ഒക്കെ ആയപ്പോൾ മ്യൂണിക്കിലെത്തി. ഇവിടെ വെച്ചാൽ നല്ല തണുപ്പും ഭയങ്കര മഴയുണ്ട്. അതാണ് ജാക്കറ്റൊക്കെ എടുത്തിട്ട്. അങ്ങനെ ഇനി മ്യൂണിക്കിൽ ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് ടെർമിനൽ 1ലേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് 10 o'clock നമ്മൾ ഫ്ലൈറ്റ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങൾ ടെർമിനൽ 1ലേക്ക് പോയി. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി ടെർമിനൽ 1ൽ വന്നു. ആക്ച്വലി ടെർമിനൽ 2ൻ്റെ ഇറങ്ങി. പിന്നെ അവിടുന്ന് ബസ്സൊക്കെ എടുത്തിട്ടാണ് ടെർമിനൽ 1ൽ വന്നത്. ഒരു ഭയങ്കര കൺഫ്യൂസിങ് എയർപോർട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും കുറേ നടക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നടന്ന് ഇവിടെ എത്തി. പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വെച്ചു. നല്ല വിശപ്പുണ്ട്. നമ്മളീ നെക്സ്റ്റ് ഫ്ലൈറ്റ് 10 o'clock അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് കയറാൻ വിചാരിക്കും. അങ്ങനെ ജസ്റ്റ് വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു ഗ്രിൽ സാൻഡ്വിച്ച് അടിച്ചു. അടിപൊളി ഗ്രിൽ സാൻഡ്വിച്ച് ആയിരുന്നു. പിന്നെ സമയം പോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ എല്ലാ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും കയറി ഇറങ്ങലായിരുന്നു എൻ്റെ പ്രധാന പണി. അവിടുത്തെ സോവിനർ നോക്കലും അങ്ങനത്തെ ഒരു ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കി എങ്ങനെയും സമയം പോക്കുകയായിരുന്നു നെക്സ്റ്റ് പരിപാടി. അങ്ങനെ ഫൈനലി ടൈം ആയപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി.
ഇനി നെക്സ്റ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഫ്രം മ്യൂണിക് ടു മസ്കറ്റ് ആണ്. അപ്പോൾ ഒരു 7 hours ഓഫ് ജേർണി ഉണ്ടായിരുന്നു. പിന്നെ ബോർ അടിക്കുന്നേ ഇല്ലായിരുന്നു, ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ ഭക്ഷണം കൊണ്ടുവരുന്നതുകൊണ്ട് ബോർ അടിക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ സമയം പോക്കി. ഫൈനലി ഞങ്ങൾ 7 hours ഓഫ് ജേർണി കഴിഞ്ഞ് ഞങ്ങൾ മസ്കറ്റിലെത്തി. ഫൈനലി നമ്മൾ മസ്കറ്റ് എത്തി ഗൈസ്. തീരെ ഉറങ്ങാൻ പറ്റിയില്ല, ഞാനൊരു സോംബിനെ പോലെ ഉണ്ടല്ലോ കൂടെ. ഫൈനലി നമ്മൾ മസ്കറ്റ് എത്തി. അപ്പോൾ ഇപ്പോൾ നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലാണ്. ഇവിടെ ഒരു 6:30 രാവിലെ എത്തി. ഇനി 7:20ക്കാണ് ഗേറ്റ്സ് ഇവിടെ ഓപ്പൺ ആവുകയെന്ന് പറഞ്ഞാൽ ലൈക്ക് ബോർഡിൽ ഏതാണ് കാണിക്കുക എന്നുള്ളത് 7:20 ഒക്കെ ആവും. അപ്പോൾ അതുവരെ പോസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് പോയി ഫ്രഷൊക്കെ ആയിരുന്നു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ എന്താ അറിയില്ല, മസ്കറ്റ് എയർപോർട്ടിനോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആക്ച്വലി ടു ലക്സംബർഗ് ആയിരുന്നു. അന്ന് ഞാൻ വന്നത് മസ്കറ്റ് വഴിയായിരുന്നു. അപ്പം എന്തോ ഒരു പ്രത്യേക ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് മസ്കറ്റ് എയർപോർട്ടുമായിട്ട്. അന്ന് ഞാൻ കണ്ട എയർപോർട്ടേ അല്ല, ഇപ്പം ഭയങ്കരമായിട്ട് ഒരു ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് എയർപോർട്ട്. ആൻഡ് ഫൈനലി ആഫ്റ്റർ വെയിറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി. അങ്ങനെ മസ്കറ്റ് ഫ്ലൈറ്റ് കയറി. ഇനിയിപ്പം നേരെ കാലിക്കറ്റിലെത്തും. സോ എക്സൈറ്റഡ്. ഇനി കുറച്ച് മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നാടെത്തുമെന്ന് ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയായിരുന്നു. ഞങ്ങൾ ഓണത്തിൻ്റെ തലേ ദിവസമാണ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല, ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ എന്താ പറയുക ചിപ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നി. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ നാട് കണ്ടു. അത് കണ്ടപ്പം എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ബിക്കോസ് ഞാൻ ഇതുവരെ നാട് വിട്ട് നിന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് നാട് വിട്ട് നിൽക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് നാട്ടിലെത്തി എന്നറിയുമ്പോൾ എന്തോ ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ തോന്നി. ഫൈനലി കാലിക്കറ്റിൽ എത്താനായി. അപ്പം ആ വ്യൂ കാണുമ്പം എന്തോ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ആഫ്റ്റർ കുറേ മണിക്കൂറുകളുടെ യാത്രകൾക്ക് ശേഷം 3 ഫ്ലൈറ്റ് കയറിയതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലെത്തിയത്. പിന്നെ ഞങ്ങൾ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി നിന്ന്. യൂഷ്വലി എപ്പോഴും എനിക്ക് എൻ്റെ ലഗേജസ് ഏറ്റവും ലേറ്റ് ആയിട്ടാണ് കിട്ടൽ. പക്ഷേ ഈ പ്രാവശ്യം എന്താ അറിയില്ല, പെട്ടെന്ന് വേഗം ലഗേജ് വന്നു. ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ഇത്ര പെട്ടെന്ന് ലഗേജ് വന്നപ്പോൾ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ടാക്സിയൊക്കെ പിടിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോകുക. എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പം 6 മാസത്തിന് ശേഷമാണ് കോഴിക്കോട് കാണുന്നത്. അപ്പം എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. യൂഷ്വലി എന്താ പറയുക, ലക്സംബർഗ് തീരെ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഒച്ചയും ബഹളിലേക്ക് വന്നപ്പം അതിലേറെ ഹാപ്പിനെസ്സും തോന്നി. പിന്നെ എൻ്റെ വീട് ഗാന്ധി റോഡാണ്. അപ്പം ആ ബ്രിഡ്ജിൻ്റെ മേൽക്കൂടെ പോകുമ്പോൾ അതിലേറെ സന്തോഷം തോന്നി. സോ ഇതായിരുന്നു എൻ്റെ ട്രാവൽ വ്ളോഗ്. അപ്പം ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ, ഹാവ് ഫൺ.